ആരോഗ്യ സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കലെത്തും. SR ഹെൽത്ത് കെയർ, പുലാക്കോട്. പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം, കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ SR ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു. AG പ്രേംകുമാർ, KC വർഗീസ്, ഹേമന്ത് കുമാർ, M വേണുഗോപാൽ, T അനുശ്രീ, K കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ. കൂടാതെ ഫിസിയോതെറാപ്പിയും ENT ഡോക്ടറുടെ സേവനവും ലഭ്യമാണ്. എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും SR ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും. നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം. SR ഹെൽത്ത് കെയർ, പുലാക്കോട്, ചേലക്കര. ഫോൺ 7306 722 808. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് നവീകരണത്തിൽ അഴിമതി എന്ന കോൺഗ്രസിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി CPIM ഭരണസമിതി രംഗത്ത്. അഴിമതി നടത്തിയത് കോൺഗ്രസ് മുൻ ഭരണസമിതിയാണെന്നും 10% ചുവപ്പ് കളർ അടിച്ചത് ബോർഡറിൽ മാത്രമാണെന്നും ഭരണസമിതിയുടെ മറുപടി. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നവീകരണം അവസാന ഘട്ടത്തിലെത്തി ഉദ്ഘാടനത്തിനൊരുങ്ങുമ്പോൾ ഇത്തരം ആരോപണങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ടു വന്നത് തികച്ചും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നാടകമാണെന്നും ഭരണസമിതി തുറന്നടിച്ചു. നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഓഫീസ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും വികസനത്തിൽ അഴിമതി നടത്തിയത് ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരിച്ച മുൻ കോൺഗ്രസ് ഭരണസമിതിയാണെന്നും CPIM ഒരു അഴിമതിയും നടത്തിയിട്ടില്ലെന്നും ഭരണസമിതി പറഞ്ഞു. ഓഫീസ് ചുമപ്പിച്ച പാർട്ടി ഓഫീസാക്കിയെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തോട് 100%-ൽ 10% മാത്രമാണ് ചുവപ്പ് കളർ ഉള്ളതെന്നും ബാക്കിയെല്ലാം വെള്ളയാണെന്നും ഭംഗിക്ക് വേണ്ടി ബോർഡറിൽ മാത്രം ചുവപ്പ് കളർ വെച്ചതിനെ രാഷ്ട്രീയമായി കാണുന്നത് ശരിയല്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. നമ്മുടെ പ്രതിപക്ഷ ജനപ്രതിനിധികളുടെ വാർത്ത നമ്മൾ കണ്ടിരുന്നു. നമ്മുടെ പുതിയ കെട്ടിടവുമായി ബന്ധപ്പെട്ട് അത് ചെയ്തത് ശരിയായ രീതിയിലല്ലെന്നും അതിൽ രാഷ്ട്രീയവൽക്കരിച്ചു എന്നുള്ളതാണ് വാർത്ത കണ്ടത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ഇങ്ങനൊരു യോഗം ചേരാൻ വേണ്ടി തീരുമാനിച്ചത്. നമ്മുടെ 2024-25 സാമ്പത്തിക വർഷത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു പദ്ധതി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തോടു കൂടി അതിൻ്റെ നടപടികളെല്ലാം പൂർത്തീകരിച്ചതാണ്. മാർച്ച് മാസത്തിൽ നമ്മൾക്ക് നികുതിയുടെയൊക്കെ പ്രശ്നം വന്നതുകൊണ്ട് തന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറുമ്പോൾ നമുക്കതിന് ബുദ്ധിമുട്ട് ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അന്നത് ചെയ്യാതെ നമ്മളിപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ ഒരു വർഷത്തിൽ ആദ്യം തന്നെ നമ്മളത് വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, ഞങ്ങളൊക്കെ ജനപ്രതിനിധികളെല്ലാം തന്നെ ഒരു 3-4 മാസം കഴിഞ്ഞ് നമ്മൾ പോണതാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇത് വെച്ചത്. കാരണം ജനപ്രതിനിധികൾ മാറിപ്പോകും, പക്ഷേ നമ്മുടെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ട് ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ മഴയൊക്കെ പ്രളയം വന്നപ്പോൾ നമ്മുടെ ഓഫീസ് മുഴുവനും നാശനഷ്ടത്തിലായി. നിങ്ങളൊക്കെ ചാനലിലൂടെ പുറം ലോകം മുഴുവൻ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് എൻ്റെ അടക്കം ഓഫീസിൻ്റെ താഴെ ഉണ്ടായിരുന്ന ഡ്രോയിലുള്ള എല്ലാ ഫയലുകളും നമ്മൾ വെച്ചിരുന്ന ഡയറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്പ്യൂട്ടറാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട എല്ലാ അതും നമുക്ക് നാശനഷ്ടം ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം അങ്ങനെ ഒരു ഇത് വരരുത് എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തിലാണ് നമ്മുടെ പഞ്ചായത്തിൽ ഏകദേശം 50 ലക്ഷത്തോളം രൂപ അതിന് വേണ്ടി മാറ്റിവെച്ചത്. നമ്മുടെ ആഡ്കോ എന്ന അവരാണത് എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങി വെച്ചത്. ഏകദേശം തുടങ്ങിയിട്ട് ഇപ്പോൾ അത് പൂർത്തീകരണ ഘട്ടത്തിലാണ്. ഇത്രയും നാളായിട്ടും അതിനൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കളറടിച്ചു എന്ന്, ചുവപ്പ് കളർ ഉണ്ടില്ല എന്ന് പറയുന്നില്ല. ഇപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ ചുവപ്പ് തന്നെയാണ്. അത് ഞങ്ങളുടെ എല്ലാം ഒരു കൂട്ടായ തീരുമാനത്തിലാണ് എടുത്തതാണ്. അത് വെച്ച് മുഴുവനുമല്ല, അവരത് കാണുകയും കണ്ടതിനനുസരിച്ച് അവരത് നമ്മളുടെ കഴിഞ്ഞ കമ്മിറ്റിയിൽ അത് പറയുകയും പറഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നുപോലും പിന്നീട് നമ്മളതിനൊരു എന്താ പറയുക, അതിലേക്ക് വീണ്ടും അതിനെ ഇതാക്കി നമ്മൾ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇത് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 മാസങ്ങൾക്ക് മുമ്പോ തീരുമാനിച്ചൊരു പദ്ധതിയല്ല. 2024 ജൂലൈ അവസാന ദിവസങ്ങളിലെ പ്രളയം ഒരുപക്ഷെ ചേലക്കരയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുണ്ടായതും പഞ്ചായത്തിൽ തന്നെ വെള്ളം ഏകദേശം 8ഓളം വെള്ളം കയറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.
നമുക്കറിയാം 20 വർഷങ്ങൾക്കോളം പഴക്കമുണ്ട്, അല്ലെങ്കിൽ 25 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് ഇതിലെ ഓരോ ഫർണിച്ചറിന്. അന്നത്തെ മെറ്റീരിയലിനനുസരിച്ച് ഉള്ള ചെതൽ പിടിച്ചിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഈ വെള്ളം കൂടി കയറിയപ്പോൾ ഓരോ ഉദ്യോഗസ്ഥനും നേരാവണ്ണം ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റാത്ത, ഈ നാട്ടിലെ സേവനങ്ങൾ യഥാസമയം സമാധാനത്തോടെ വൃത്തിയായി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ കൊല്ലം അവസാന കാലയളവിൽ വന്നിട്ടുള്ള റിവിഷനിൽ 50 ലക്ഷം രൂപ നമ്മൾ വയ്ക്കാൻ തീരുമാനിച്ചത്. 50 ലക്ഷം രൂപ വെച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നമ്മൾ തുടർ നടപടികളായി മുന്നോട്ട് പോകാൻ ചർച്ച ചെയ്ത് വിവിധ പഞ്ചായത്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം നാളെ മുതൽ പൈസ വെച്ച് മറ്റന്ന് വർക്ക് തുടങ്ങുകയല്ല. അപ്പോൾ വർക്കിനെ പറ്റിയിട്ടല്ല, എനിക്കൊരു പ്രധാനമായും ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, അഴിമതി എന്നൊരു കാര്യം അതിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഈ കാലാകാലങ്ങളായി ഇത്രയും പതിറ്റാണ്ടുകളോളം ചേലക്കര പഞ്ചായത്ത് ഭരിച്ചിരുന്നത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തന്നെ, തർക്കമൊന്നുമില്ല. അവർ ചെയ്യുമ്പോൾ, ഇവിടെ നിർമ്മാണം നടക്കുമ്പോൾ, അല്ലെങ്കിൽ കാലാകാലങ്ങളായി വാങ്ങിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അംശം പറ്റിയിട്ടോ ശീലമുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ ദേഹത്ത് വെച്ച് കെട്ടാൻ നോക്കേണ്ട കാര്യമില്ല. ഈ ഭരണസമിതിയുടെ ദേഹത്ത് ഒരാളുടെയും ഒരു വിയർപ്പിൻ്റെ അംശം ഇല്ല എന്ന് അത്രയേറെ ഉറപ്പും അഭിമാനമുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നത്. ചില കാര്യങ്ങൾ ശരിയാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ പ്രതിഷേധിക്കാറില്ല, അത് കുറവുണ്ടായിട്ടുണ്ട്, തർക്കമൊന്നുമില്ല. അപ്പം ഞങ്ങൾ എന്ത് പറഞ്ഞാലും പ്രതികരിക്കുന്നില്ല ഈ ഭരണസമിതി എന്നതുകൊണ്ടാണ് വായിക്കുന്നത് കോതയ്ക്കപ്പാട്ട് എന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ കോൺഗ്രസ് അംഗങ്ങൾ ഇങ്ങനെ കാലാകാലങ്ങളോളം പറഞ്ഞുകൊണ്ട് പോയത്. അപ്പോൾ അതവർ ഈ വിഷയത്തിലും അത് ശീലമാക്കി. അവരോട് പറയാനുള്ളത് വീണ്ടും ആവർത്തിക്കുന്നു, അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലാണ് ഞങ്ങൾ മത്സരിച്ച് ജയിച്ച് ഇവിടെ കയറിയിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടിൽ നിന്ന് ഒരു ശകരം ഞങ്ങൾ വ്യതിചരിച്ചിട്ടില്ല. ഒരാളുടെയും ഒരു ഉറുപ്പ്യ ഞങ്ങൾ പറ്റാത്തടത്തോളം കാലം ഈ വക അഴിമതി ആരോപണങ്ങളൊക്കെ ഇരുന്ന സ്ഥലത്തിരുന്ന മുൻകാലങ്ങളിലെ സ്ഥാനമാനങ്ങളൊക്കെ വഹിച്ച ആളുകളെ പറ്റി പറയുന്നതായിരിക്കും ഉചിതം എന്നാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. രണ്ടാമത് പറഞ്ഞത് ചുവപ്പ്, അവരുടെ പ്രശ്നം അഴിമതിയാണ്. അതോ മെറ്റീരിയൽ ലോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതാണോ പ്രശ്നം, അതോ ചുമപ്പാണോ അവരുടെ പ്രശ്നം? അതോ ഏതെങ്കിലും ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ അതിലൊരു വ്യക്തത വേണം. ഈ കേരളത്തിൽ ചുമപ്പ് എന്ന് പറയുന്ന കളർ ഇവിടെ നിരോധിക്കപ്പെട്ടിട്ടൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ആ ഓഫീസിൽ കയറി വീഡിയോ എടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അവിടെ ഒരു ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യുന്ന ടേബിൾ, അതിൻ്റെ ഉൾവശങ്ങൾ, അതിൻ്റെ റാക്ക്, ഈ ചേലക്കര പഞ്ചായത്തിലെ ഫയൽ സൂക്ഷിക്കാൻ പിറകുവശത്തുള്ള മുഴുവൻ റാക്കുകളും ടേബിളുകൾ, മേശ എല്ലാം വൈറ്റാണ്. ആ വൈറ്റിൽ എന്തെങ്കിലും ഒരു ബോർഡർ കൊടുക്കുമ്പോൾ എല്ലാ ഓഫീസുകളിലും വുഡാണ് സാധാരണ കാലങ്ങളിൽ ചെയ്തു വന്നിട്ടുള്ളത്. അതിലൊരു മാറ്റം എന്നതിൽ ബോർഡർ മാത്രം നമ്മൾ ചുമപ്പ് കൊടുത്തിട്ടുള്ളൂ. അതിനെ പോലും എല്ലാവരും ഭരിക്കുന്ന സമയത്ത് അവരുടെ ഇഷ്ടപ്പെട്ട നേതാക്കന്മാരുടെ പേര് കൊടുക്കുന്നതൊക്കെ നമുക്കറിയാം. പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മെയ് മാസം ആദ്യം പണി തുടങ്ങി ഉദ്ഘാടനത്തിന് ദിവസങ്ങൾ മാത്രം നിൽക്കെ ഇത് ഒട്ടിക്കുന്നത് മുഴുവൻ കണ്ട് ഒട്ടിച്ച് കഴിഞ്ഞ് എല്ലാ പണിയും പൂർത്തീകരിക്കുമ്പോൾ വെറുതെ ഒരു ചുമപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി ഓഫീസാക്കി എന്നൊക്കെ പറയുന്നത് തെരഞ്ഞെടുപ്പിന് 4 മാസം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് കണ്ട് ഞങ്ങളിവിടെ കുറച്ച് പേരൊക്കെ ചേലക്കര പഞ്ചായത്തിലുണ്ട് എന്ന് ചിലപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെങ്കിലും ബോധിപ്പിക്കാനാണെങ്കിൽ അത് തുടർന്നോട്ടെ. മറിച്ച് ഈ നാട്ടിലുള്ള പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പറ്റിയൊക്കെ ഞങ്ങൾക്ക് കൃത്യമായി ധാരണ ഉണ്ട്. അത് കൃത്യമായി ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റു വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഒരു കാര്യം കൂടി പറയാം. 20 വർഷം പഴക്കമുള്ള അല്ലെങ്കിൽ അന്നത്തെ കാലത്തുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞു. ഈ വെള്ളം കയറിയാലും ദ്രവിക്കാത്തതോ തുരുമ്പിക്കാത്തതോ അല്ലെങ്കിൽ നശിച്ചു പോകാത്തതോ ആയ മൾട്ടിവുഡ് WPC എന്ന് പറയുന്ന മെറ്റീരിയലാണ് ഓഫീസിൽ മുഴുവൻ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഫ്ലൈവുഡ് അല്ല. ഫ്ലൈവുഡ് വെള്ളം കയറാത്ത ഉയരങ്ങളിൽ മാത്രമേ ഫ്ലൈവുഡ് ഉപയോഗിക്കാൻ നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുള്ളൂ. പിന്നെ സർക്കാർ അംഗീകൃത ആഡ്കോ ആണ് ഈ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്. സർക്കാർ ഏജൻസിയാണ് പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്. അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരൊക്കെ കണ്ണാടിയിൽ നോക്കി ഇരുന്ന് സമയം കളയുക എന്നതല്ലാണ്ട് കഴിഞ്ഞ 5 വർഷം ഇടതുപക്ഷം ഇവിടെ ഭരിച്ചു. അതിൻ്റെ തുടർഭരണം ഇവിടെ ഉണ്ടായി. ഇനിയും ഒരു 5 വർഷം ഇടതുപക്ഷം ഇവിടെ ഭരിക്കും. അതിനെ കണ്ട് തെരഞ്ഞെടുപ്പിനെ കണ്ട് ഈ പൊള്ളയായ വാഗ്ദാനങ്ങളൊന്നും ഈ ജനങ്ങൾക്ക് മുൻപിൽ ഏൽക്കില്ലെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നലെ വൈകുന്നേരം ചേലക്കര പഞ്ചായത്തിലെ UDFൻ്റെ മെമ്പർമാരുടെ വാർത്ത ചേലക്കര പ്രാദേശിക ചാനലിലൂടെ നമുക്ക് കാണപ്പെട്ടു. അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ തികച്ചും അനാവശ്യമായ തെറ്റായ വാർത്തകളാണ്
പ്രതിപക്ഷത്തിരിക്കുന്ന UDFൻ്റെ മെമ്പർമാർ പറഞ്ഞത്. അവർ കഴിഞ്ഞ കമ്മിറ്റിയിൽ കൃത്യമായി ചോദിച്ചു, അതിന് കൃത്യമായ മറുപടി ഓഫീസുമായി ബന്ധപ്പെട്ട് കൃത്യത വരുത്തി ഒരു കമ്മിറ്റിയായിരുന്നു കഴിഞ്ഞ കമ്മിറ്റി. ബഹുമാനപ്പെട്ട പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും പ്രസിഡൻറ്റും അതുപോലെ തന്നെ ഒന്നും കൂടി അവർ ക്ലിയർ വരുത്താൻ വേണ്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ വിശ്വേട്ടനോട് കൃത്യമായി വിശ്വേട്ടൻ അതിനെല്ലാം വിനിയിച്ച് മറുപടി കൊടുത്തതാണ്. അപ്പോൾ നിരന്തരം ഇനിയുള്ള ദിവസങ്ങളിൽ അത് കൃത്യമായി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് ഇതുവരെയുള്ള ഇല്ലാത്ത ഒരു ആരോപണം ഉന്നയിച്ച് രാഷ്ട്രീയം കളിക്കുകയാണ് UDF. ഇതുവരെ അവർക്ക് ഈ കഴിഞ്ഞ 4.5 കൊല്ലം ഒന്നും ഈ ഭരണസമിതിയെക്കുറിച്ച് പറയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല.